തളിപ്പറമ്പിൽ കോൺഗ്രസിന് തിരിച്ചടി. പത്രിക പിൻവലിക്കാതെ പാർട്ടിക്ക് പണി കൊടുത്തു KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ. സ്വതന്ത്രനായി മത്സരിക്കാനാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നീക്കം. CPM വിട്ട TK ഗോവിന്ദന് UDF സ്ഥാനാർത്ഥിത്വം നൽകിയതിന് പിന്നാലെയായിരുന്നു ജനാർദ്ദനൻ വിമതസ്വരം ഉയർത്തിയത്. തളിപ്പറമ്പിൽ കൈചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നതാണ് ജനാർദ്ദനന്റെ ആവശ്യം. സ്വപ്ന, തീർച്ചയായും കൊയ്യം ജനാർദ്ദനൻ KPCC അംഗമാണ്. ഈ അംഗം തളിപ്പറമ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതും സ്ഥാനാർത്ഥി പട്ടിക നൽകിയതും നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഒരു അന്ത്യശാസനം നൽകിയിട്ട് പോലും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാതെ കൊയ്യം ജനാർദ്ദനൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ശക്തമായി തന്നെ തുടരുകയാണ്. KPCC നിർദ്ദേശിക്കുന്ന കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും കൊയ്യം ജനാർദ്ദനൻ വെക്കുന്നത്. ഇത്തരത്തിൽ CPM വിമതനായിട്ടുള്ള ഒരാളെ തളിപ്പറമ്പിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇദ്ദേഹം ആദ്യം മുതൽക്ക് തന്നെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. കൊയ്യം ജനാർദ്ദനൻ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രബലനായ നേതാക്കന്മാരിൽ ഒരാളാണ്. വർഷങ്ങളോളം തളിപ്പറമ്പിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു നേതാവാണ്. ഇത്തരത്തിലൊരു നേതാവ് തന്നെ വിമത നീക്കവുമായി മുന്നിട്ടിറങ്ങുന്നത് കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ തലവേദന സൃഷ്ടിക്കുകയാണ്. രാവിലെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അനുനയത്തിന് ശ്രമിച്ചിട്ടും ഇതുവരെയും കൊയ്യം ജനാർദ്ദനൻ വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ മറ്റൊരു സവിശേഷതയുള്ളത് CPMന്റെ ഒരു പ്രബല അംഗത്തെ തന്നെ UDF അടർത്തിയെടുത്തപ്പോൾ CPMന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നീക്കമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് KPCC അംഗമായിട്ടുള്ള കൊയ്യം ജനാർദ്ദനെ തന്റെ ഒപ്പം നിർത്തുക, ഒരു സ്വതന്ത്രനായി നിർത്തുന്നത് വഴി ഇത്തരത്തിൽ PK ശ്യാമളയ്ക്ക് നിഷ്പ്രയാസം വിജയിച്ച് കയറി വരാനുള്ള ഒരു സാഹചര്യം വഴിവെട്ടുക എന്നൊരു ഉദ്ദേശം കൂടി CPMനുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ CPMന്റെ ഒരു നിശബ്ദമായ പിന്തുണ കൊയ്യം ജനാർദ്ദനൻ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ചില വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരത്തിൽ UDFന് അനുകൂലമായി വിജയിച്ച് കയറാൻ സാധ്യതയുള്ളപ്പോൾ ഉടക്കിട്ട് നിൽക്കുന്നത് KPCC അംഗം തന്നെയാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ കൈചിഹ്നത്തിൽ തന്നെ മത്സരിക്കണമെന്ന വാശി അത് എന്തിന്റെ പുറത്താണ് എന്നുള്ളതാണ് വ്യക്തമാവാത്തത്, മനസ്സിലാവാത്തതെന്നാണ് DCC അടക്കം പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയ മാനങ്ങൾ ഏറെയുണ്ട് ഈ കൊയ്യം ജനാർദ്ദനന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്. കാരണം ഈ തളിപ്പറമ്പ് എന്ന് പറയുന്നത് നമ്പ്യാർ വിഭാഗത്തിനേറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്, ഒരു പ്രബല വിഭാഗമാണ്. അവിടെ നമ്പ്യാർ വിഭാഗത്തിൽപ്പെട്ട കൊയ്യം ജനാർദ്ദനൻ ഒരുപാട് വോട്ടുകൾ പിടിക്കുമെന്ന ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാത്രവുമല്ല TK ഗോവിന്ദനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് കോൺഗ്രസ് നേതാക്കളും അണികളും ഇപ്പോഴും UDFൽ തളിപ്പറമ്പിലുണ്ട്. ഇതെല്ലാം വോട്ടാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം കൂടിയാണ് കൊയ്യം ജനാർദ്ദനുള്ളത്. ഇത് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷത്തിൽ ഉപകാരപ്രദമായി തീരുക PK ശ്യാമളയ്ക്കായിരിക്കും. PK ശ്യാമളയുടെ ഇത്തരത്തിൽ TK ഗോവിന്ദന് ലഭിക്കുന്ന വോട്ടുകൾ ഗണ്യമായി കുറയ്ക്കുവാൻ കൊയ്യം ജനാർദ്ദനന്റെ സ്ഥാനാർത്ഥിത്വം സാധ്യമാക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഈ PK ശ്യാമള വിഭാഗത്തിനും CPMനും പ്രത്യേകിച്ചുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന ആവശ്യം പ്രധാനമായും ഇത്തരത്തിൽ KPCCയും DCCയും കൊയ്യം ജനാർദ്ദനന് മുമ്പിൽ വെക്കുന്നത്. പക്ഷേ കൊയ്യം ജനാർദ്ദനൻ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ വീടുകളിലും കയറി പ്രചരണം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടി DCCയുടെ ഭാഗത്തു നിന്നും KPCCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.